ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? മറ്റേ എയർപോർട്ടിൽ നിന്നൊക്കെ നേരെ ലാൻഡ് ചെയ്യട്ടെ കുന്നുമാറും. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇടതുവശത്തെ എസ്തെറ്റിക് റോസും വലതുവശത്തെ നോൺ എസ്തെറ്റിക് നമ്മൾ രണ്ടുപേരും പിങ്കും ബ്ലൂ ഞാൻ പറഞ്ഞിട്ടതല്ലോ. അപ്പോ ഇന്ന് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. കാരണം ഞാൻ സക്സസ്ഫുള്ളി 34 വീക്സ് പ്രഗ്നൻസിയിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 34 ആഴ്ച വലിയ കിട്ടലാട്ടോ. അപ്പൊ ചാപ്റ്റർ വെച്ചിട്ട് അപ്പൊ അതുകൊണ്ട് ഒരു 34 വീക്സ് ഒക്കെ ആകുമ്പോഴെങ്കിലും നമ്മള് ഈ ഒരു ബാഗ് പാക്ക് ചെയ്ത് വെക്കൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് കോൺട്രാക്ഷൻ വന്നിട്ടോ അല്ലെങ്കിൽ വാട്ടർ ബ്രേക്ക് വന്നിട്ടോ ഒക്കെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഇവർ കുറച്ചധികം കാലമായി എന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് മുന്നേ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ തള്ളി വെച്ചതായിരുന്നു. കഴിഞ്ഞ വീക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ കഴിഞ്ഞ വീക്ക് കുറച്ചൊരു ഹെക്ടിക് വീക്കായിരുന്നു. വിഷ്ണുവിനൊരു സിയാറ്റിക്കയുടെ ഇഷ്യൂ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ, ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട്. ഏകദേശം ഒരു 1.5 കൊല്ലം മുന്നേ ഒരു ബാക്ക് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കൊരു 2 months നല്ല ടഫായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. വിഷ്ണു ഓൾമോസ്റ്റ് ഫുൾ ബെഡ് റെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു വേരിയേഷൻ പോലെ ഒരു ബാക്ക് വെട്ടലും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു 1 വീക്ക് നമുക്ക് കുറച്ച് ഫിസിക്കലി ബുദ്ധിമുട്ടിനെക്കാളും മെന്റലി നമ്മൾ കുറച്ച് വെറീഡ് ആയിപ്പോയി. ഞാനല്ല, വിഷ്ണു കുറച്ച് വെറീഡ് ആയിപ്പോയി. കാരണം 34 വീക്സിലൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ അന്നത്തെ പോലത്തെ ഒരു സ്റ്റേജിലോട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു വീക്ക് നല്ലോണം വിഷ്ണു ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീക്ക് സിക്ക് ലീവ് ഒക്കെ എടുത്ത് ഫുൾ മലന്ന് കിടക്കും, റീക്ലൈനർ പൊസിഷനിൽ മാത്രം ഇരിക്കും, തീരെ ഒരു ജോലിയും ചെയ്യാതെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ഒപ്പം ഈ ഒരു കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും വാഷിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ പാക്കിംഗ് നമ്മൾ ഈ ഒരാഴ്ചത്തെ വിട്ട് മാറ്റി ഇന്ന് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഫസ്റ്റ് ടൈം പേരൻസ് ആവുകൊണ്ട് തന്നെ വലിയൊരു ധാരണയില്ല എനിക്ക് എന്തൊക്കെ പാക്ക് ചെയ്യണം എന്നുള്ളത്. സെക്കൻഡ് ടൈം ആണെങ്കിലും കൊറേ മാറി, പിന്നെ ഇവിടെയാണല്ലോ ഫസ്റ്റ് ടൈം അല്ലേ. അതെ, നിങ്ങൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായി ഗീതു എവിടെ, അമ്മു ചേച്ചി എവിടെ, ദീപ ചേച്ചി എവിടെ, അച്ചു ചേച്ചി എവിടെയെന്ന്. ഇവർ 4 പേരും കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഒടുക്കത്തെ ബിസിയാണ് ലൈഫിൽ. ഗീതു എവിടെ പറയൂ? ഗീതുവിന്റെ പാരന്റ്സ് വന്നിട്ടുണ്ട്, പിന്നെ പ്രതു നാട്ടിൽ പോയേക്കായിരുന്നു, തിരിച്ചെത്തിയിട്ടുണ്ട്. പാരന്റ്സിനെ കൊണ്ട് വന്നു. ഇവിടെ നോർമലി നമ്മുടെ പേരൻസ് ഒക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മള് ഭയങ്കര ഒരു ഫാമിലി ടൈം അവർക്ക് നമ്മൾ കൊടുക്കും. കാരണം 2 വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ആണ് നമ്മുടെ പേരൻസ് നമ്മുടെ ഒപ്പം വരിക. അപ്പോൾ നമ്മൾ തന്നെ മാക്സിമം അവർ ഒന്നിലോട്ടും ഇങ്ങോട്ട് വിളിച്ച് ഇൻവോൾവ് ചെയ്യിപ്പിക്കില്ല. കാരണം അച്ഛന്റെ അമ്മയുടെ ഒപ്പം ഒരു ഫാമിലി ആയിട്ടിരിക്കട്ടെ. എന്തായാലും പകുതി സമയം ഗീതു ഇവിടെ തന്നെയാണ്. അപ്പോ അതുകൊണ്ട് ഗീതു അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ബിസിയാണ്. ഇനി അമ്മു ചേച്ചിയും ദീപ ചേച്ചി എവിടെയെന്നുള്ള ചോദ്യത്തിന് അവര് ഗീതുവിനേക്കാൾ കുറച്ച് കാലമായിട്ട് ബിസിയാണ്. അമ്മു ചേച്ചി ഇപ്പൊ ഒരു ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, ഒരു എന്താ പറയാ, ജിം ട്രെയിനറായിട്ട് ആവാൻ വേണ്ടിട്ട് ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ സാറ്റർഡേ സൺഡേ ഫുൾ ബിസിയാണ്. പിന്നെ നല്ലോണം ബോഡീനെ പറ്റിയിട്ടും ഫുഡിനെ പറ്റിയിട്ടും ഡയറ്റിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കേണ്ടതുകൊണ്ട് ഞാൻ എപ്പം കാണുമ്പോഴും ചേച്ചി ബുക്ക് മറച്ചും കൊണ്ടാണ്. അതുകൊണ്ട് വെരി ബിസിയാണ്, കാണാനേ കിട്ടാറില്ല. ദീപ ചേച്ചി എന്തിനാ ബിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപ ചേച്ചി പല കാര്യങ്ങളായിട്ട് ബിസിയാണ്. ജിമ്മുണ്ട്, യോഗയുണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്. അപ്പൊ അതെല്ലാം കാരണം ദീപ ചേച്ചി ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. ജിമ്മുണ്ട്, പോവാറില്ല. അപ്പൊ ഇവര് 2 പേരുമാണ് ഇപ്പൊ തൽക്കാലം ഫ്രീ ആയിട്ടുള്ള 2 ആൾക്കാരുള്ളത്. ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ ഇന്ന് ഇവർക്ക് 2 പേർക്കും ഓഫ് ഡേ ആണ്. ഇന്ന് പിള്ളേര് ഓഫീസ് എന്താ കാണിക്കുന്നത്, ഇന്ന് പിള്ളേരൊക്കെ സ്കൂളും ഡേ കെയറും ഒക്കെ ഉള്ള ദിവസമാണ്. ഇവർക്ക് 2 പേർക്കും ഓഫാണ്. അപ്പൊ ഇവര് വരാമെന്നുള്ളൊരു ഓഫർ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇന്ന് പോരും, നമുക്ക് ഇവിടെ ഒരു ദിവസം ചില്ല് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇന്ന് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനൊരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്നതാണ്. കുറച്ച് ഓവറാക്കാൻ വേണ്ടി 2 പെട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇത് ഞാൻ ഇപ്പൊ അടുത്ത് വാങ്ങിയ പെട്ടി. ഈ പെട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചിട്ട്. മാച്ചിങ് ആയിട്ടുള്ള പെട്ടി ഞാൻ വാങ്ങി, എനിക്കും കൊച്ചിനും. വിഷുവിനെ തട്ടി ഇത് ഞാൻ ഇങ്ങനത്തെ വാങ്ങിയാൽ വിഷ്ണു എന്താ ആവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ നമ്മൾ പെട്ടിയൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തൽക്കാലം നമ്മൾ ഇതിലോട്ട് സാധനങ്ങളൊക്കെ വെച്ച് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. തുടങ്ങാല്ലേ?
തുടങ്ങാം. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനിമലയാ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം വിത്ത് എസ്തെറ്റിക് റോസ് ആൻഡ് നോൺ എസ്തെറ്റിക് അൻഷിഫ. അപ്പൊ ഈ 2 പെട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പൊട്ടിക്കാം. ഈ 2 പെട്ടി നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യണം, ആവശ്യമില്ലല്ലോ. ഇത് പോരെ? അത് കുറച്ച് ഓവറാവോ? അല്ല ഇത് വേണം എന്തായാലും. ഒരു സൈഡ് ഐഷുവിന് ഒരു സൈഡ് ബേബിയുടെ അല്ലേ? അതിൽ നമുക്ക് പാക്ക് ചെയ്യാം. ചിലപ്പോ നമുക്കൊരു 3-4 മണിക്കൂർ ഹോസ്പിറ്റലിൽ വേണ്ടി വരുള്ളൂ. പക്ഷെ ഡിപ്പെൻസ്, നമുക്കിപ്പോ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരിക അല്ലെങ്കിൽ സർജറി ഒക്കെ ആണെങ്കിൽ 1 എന്നുള്ളത് 2 ദിവസം അയക്കാം. ചിലപ്പോ കുറച്ച് കൂടുതൽ പാക്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ചുമ്മാ എടുക്കാന്നല്ലേ? ആ സാധനങ്ങൾ പിന്നെ മാറ്റി വെച്ചാൽ മതിയല്ലോ. ഹാപ്പിനെസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. സത്യമാണ്. പ്ലേ മാറ്റിന്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് സംഗതികളൊക്കെ ഈ പെട്ടിയിലുണ്ട്. ഇതിലുള്ള ഈ സൈഡിലുള്ള ഈ ഒരു ക്രോഷ അല്ലെങ്കിൽ ഈ ഒരു ഡോൾസ് ഒന്നും അധികം ഞാൻ വാങ്ങിയതല്ല കേട്ടോ. ഈ റോസും അൻഷിഫയും അതേപോലെ തന്നെ നാട്ടിൽ പോയപ്പോ അപർണയും എല്ലാവരും ഗിഫ്റ്റായിട്ട് തന്ന സംഗതികളാണ്. അപ്പൊ ഈ ഒരു പെട്ടിയിൽ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള സംഗതികൾ പാക്ക് ചെയ്യാം. ഇതിൽ തൽക്കാലം ഇപ്പൊ കുട്ടിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയത് വെച്ചതാണ്. ഇത് വാഷ് ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല. അപ്പൊ അത് നോട്ട് എന്തെങ്കിലും എഴുതി വെച്ച് ഞാൻ വാഷ് ചെയ്ത് പിന്നെ ഞാൻ ഉണക്കി മടക്കി ഈ ഒരു പെട്ടെടുത്ത് എടുത്ത് വെക്കാം. കഴിഞ്ഞ ആഴ്ച കുറച്ചൊരു ബിസി സ്കെഡ്യൂൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആഴ്ചയായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ എനിക്കൊരു ചെറിയ കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിന്റെ കമന്റ് സെഷനിലും അതേപോലെ തന്നെ മെസ്സേജസിലും ഒക്കെ ഭയങ്കര കൺസേണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആങ്ഷ്യസ് അല്ലേ പറയാം, ആങ്ഷ്യസ് ആയിട്ടുള്ള കുറച്ച് മെസ്സേജസും കോമെന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോ കൂടുതൽ പ്രഗ്നൻസി കണ്ടന്റ്സ് ആയി പോകുന്നു ചാനലില്. പഴയതുപോലത്തെ വീഡിയോസ് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പൊ എന്തായാലും അത്ര എന്താ പറയാ സമയം നിങ്ങളിടുന്ന ഓരോ കമന്റ്സും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് അഡ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണല്ലോ. ഓരോ കാലഘട്ടത്തിലും എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഡോക്യുമെന്റ് ചെയ്യുന്നതും ഞാനിവിടെ കോണ്ടന്റ്സ് ആയിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം ഞാൻ ഏകദേശം ഒരു 6.5 കൊല്ലം മുന്നേ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പുതിയതായിട്ട് നെതർലൻഡ്സിലേക്ക് വന്ന ഒരാളായിരുന്നു. ഡെയിലി ജോബ് ഹണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഒരു റുട്ടീനും ലൈഫിലില്ലാതെ, ലഞ്ച് കഴിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിച്ച് വിഷ്ണു പോകുന്നതിൻ്റെ മുന്നിൽ ചായ ഉണ്ടാക്കി വെച്ച് രാത്രി വിഷ്ണു വന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരുമിച്ച് കുക്ക് ചെയ്ത് 11-11:30 ഡിന്നർ കഴിച്ച് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. അന്നത്തെ എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു എൻ്റെ വീഡിയോസിൽ അന്ന് കൂടുതൽ നമ്മൾ ലൈക്ക് ഇപ്പോൾ എന്താ പറയുക കാണിക്കുന്നുണ്ടായിരുന്നത്. കാരണം അന്നത്തെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അതായിരുന്നു. അതിനുശേഷം നമ്മൾ ജോലി കണ്ടുപിടിച്ചു, ജോലിക്ക് പോകുന്ന രീതിയിലുള്ള വീഡിയോസായി. പിന്നെ അതിനുശേഷം ജോലിയിൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലായി. പിന്നെ നാട്ടിലോട്ട് ട്രാവൽ ചെയ്യുന്ന നാട്ടിലെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ട്രാവൽ വ്ളോഗ്സ് ഉണ്ടായിരിക്കാം അതിൻ്റെ ഇടയിൽ. പിന്നെ അതിനുശേഷം ഇപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്. ഇവിടെയൊക്കെ ഞാൻ ശ്രമിക്കാറ് ഞാൻ പ്രസന്റ് ചെയ്യുന്ന കണ്ടന്റ്സിനോട് ജെന്യുവനായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. കണ്ടന്റ്സിന് വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിച്ച് അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അറ്റ് ദിസ് സ്റ്റേജ് ഓഫ് മൈ ലൈഫ് ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പോൾ എനിത്തിങ് ഐ ഡു വാട്ട് എവർ ഐ സേ പ്രഗ്നൻസിയുടെ ഒരു ത്രെഡ് അതിൽ വരും. പക്ഷെ അതിന് ഏകദേശം ഒരാഴ്ചയും കൂടെ ഒരു മാസവും കൂടെയാണ് മാക്സിമം വരാൻ ചാൻസ് ഉള്ളൂ. ഒരു മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ഫേസ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ മദർഹുഡ് ഫേസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ പിന്നെയും ചോദിച്ചേക്കാൻ കുട്ടീനെ കണ്ടന്റ് ആക്കുമോ, കുട്ടീനെ കണ്ടന്റ് ആക്കില്ലേ? ഞാൻ ഇത്രയൊന്നും പ്ലാൻഡ് അല്ല കേട്ടോ. ആക്ച്വലി ഇത് എന്റെ ചാനലാണ്. ഇവിടെ റോസും അൻഷിഫയും വിഷ്ണുവും ഗീതുവും പ്രതുവും എല്ലാവരും എന്റെ ഗസ്റ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ നാളെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാലും കുട്ടി എൻ്റെ ഗസ്റ്റ് ആയിരിക്കും ഈ ഒരു ചാനലിൽ നിന്നാണ് ഞാൻ ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ടന്റ്സിനോട് ജെന്യുവനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വാട്ട്സ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് ഇസ് പ്രഗ്നൻസി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ പ്രഗ്നൻ്റ് ആവുന്ന ഇത് മാത്രമല്ല, ഇപ്പം ഞാൻ 3rd ട്രൈമസ്റ്ററിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഓൾമോസ്റ്റ്. ഞാനിങ്ങനെ എനർജി സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും പ്രഗ്നൻസി ഒരു ഇൽനെസ് അല്ല, ഇതൊരു അസുഖമല്ലെങ്കിലും നമ്മളൊരു 2-2.5 കിലോയോളം നമ്മൾ വയറിൽ എടുത്തിട്ടാണല്ലോ നടക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയ ബാക്ക് പെയിനും കാലിന് ഇഷ്യൂസും പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യം അല്ലെങ്കിൽ അത്
ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല, അത് പ്രഗ്നൻസിയുടെ പാർട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ആവുമ്പോൾ എൻ്റെ കണ്ടന്റ്സിന് പുറമേ ഒരു കണ്ടന്റ് ചെയ്യാനുള്ളൊരു സമയം എനിക്ക് കിട്ടുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു ആംസ്റ്റർഡാമിൽ പോയിട്ട് ഒരു ഫുഡ് എക്സ്പ്ലോറിംഗ് ഒക്കെ ചെയ്യണം. ആംസ്റ്റർഡാമിൽ സിറ്റിയിൽ വരുന്ന ഒരാൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട 5 ഫുഡ് ഏതാണ്, അതേപോലെ 5 എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതാണെന്നുള്ള രീതിയിലൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല. 2-3 മാസം കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ കുറച്ച് ഒക്യുപ്പൈഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമ്മുടെ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോട് നമുക്ക് തിരിച്ചു വരാം. കുറച്ചും കൂടെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല കമന്റ്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി, കാരണം നിങ്ങളുടെ കമന്റ്സ് എനിക്ക് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നമുക്ക് ഹോസ്പിറ്റൽ ഈ ഒരു പാക്കിംഗ് പരിപാടി തുടങ്ങിയപ്പോഴേ എൻ്റെ പ്ലാൻ ഒരു 1-2 മണിക്കൂർ നമ്മൾ പാക്കിംഗ് തീർക്കുന്നു എന്നായിരുന്നു. പക്ഷെ 1-2 മണിക്കൂർ പോയിട്ട് ഒരു അര ദിവസം മുഴുവൻ എടുത്തിട്ടും നമ്മുടെ പാക്കിംഗ് എവിടെ എത്തിയില്ല കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഈ ഡ്രസ്സൊന്നും മുഴുവൻ അലക്കി എത്തിയിട്ടില്ല, പിന്നെ ഓർഡർ ചെയ്ത കുറേ കാര്യങ്ങൾ എത്തിയിട്ടില്ല, പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ മറക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഇതൊരു റിയൽ പാക്കിംഗ് വ്ലോഗ് അല്ല. പക്ഷെ എന്നാൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എന്തോ ഒരു രസം തോന്നി. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണേ. നമ്മുടെ പാക്കിംഗ് ശ്രമം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഇന്ന് രാവിലെ തൊട്ട് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കണ്ടുവന്ന് നമുക്ക് മെല്ലെ പാക്കിങ്ങിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, മാസത്തിലൊരിക്കൽ നമ്മൾ ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ വരാറുണ്ട് എന്ന്. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. മെയിൻലി ഇന്ന് ഹാഫ് ഡേ എടുത്തത് ഈ ഒരു കൗച്ചും കാർപ്പറ്റും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ഒരു 6-7 മാസം കൂടുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ വൈറ്റ് കാർപ്പറ്റ് മാറ്റി കുറച്ച് ഡാർക്ക് കളറിലോട്ട് മാറണം എന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് വേണ്ട, ഇപ്പോൾ തൽക്കാലം കുറച്ച് കാലം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് മെല്ലെ കളർ മാറ്റാം. എല്ലാ തവണയും നാട്ടിൽ പോയി വന്നാൽ എന്തെങ്കിലും ഒരു ഇന്ത്യൻ സാധനം ഞാൻ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത്തവണ ഞാനൊരു കമ്മലും മാലയും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ പോയി വന്നിട്ട് ഇപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. കാരണം ഇവർ കുറച്ച് വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. എനിക്കറിയില്ല പേര് മെൻഷൻ ചെയ്യുന്ന എത്ര അവർക്ക് കംഫർട്ടബിൾ ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് കേട്ടോ. ഈ സമയത്ത് അൻഷിഫി റോസും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അൻഷിഫ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് ഇടിയപ്പും മുട്ടക്കറിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അതും ഒരു ചായയൊക്കെ വെച്ച് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ചെയ്യാം നമുക്ക്. നിങ്ങൾ എങ്ങോട്ടായിരുന്നു യാത്ര? ഞാൻ കണ്ടായിരുന്നു, പിന്നെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. മാച്ചാണ് നിങ്ങൾ രണ്ടുപേരും. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലധികം ആ ഷൂ ശബ്ദം ഉണ്ടായിരിക്കും കേട്ടോ. കാരണം ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ശബ്ദമാണ്. ഇടിയപ്പത്തിൻ്റെയും മുട്ടക്കറിയുടെയും ഒക്കെ സ്മെല്ലടിച്ചുകൊണ്ടാണ് തോന്നുന്നു. പെട്ടെന്ന് വയറിൽ നല്ലൊരു അനക്കം. ഇപ്പം അത്യാവശ്യം നല്ല വിസിബിളായിട്ട് മൂവ്മെൻറ്റ്സ് കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാലും ചെറിയ മൂവ്മെൻറ്റ്സ് നമുക്ക് വയറിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാം. പക്ഷെ കുറച്ച് ഓവർ അറ്റൻഷൻ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളി കുറച്ച് സൈലൻ്റ് ആവും. എല്ലാ ബേബീസും ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നണം. എൻ്റെ അഭിപ്രായം 3 പേര് എക്സാമിൻ ചെയ്യാട്ടോ. അങ്ങനെ ചെറുതായി എല്ലാവരുടെയും വിശപ്പ് മാറിയ സ്ഥിതിക്ക് നമുക്കിനി ബെഡ്റൂമിൽ പോയി ചെറുതായി പാക്കിംഗ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിനൊന്നും കാല് വരുന്നില്ല. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സോക്സ് നമുക്ക് ഇവിടെ ഉണ്ട്. സോക്സ് ഇടിച്ചാൽ മതി അല്ലേ? ഇതാണ് നമ്മുടെ പോസ്റ്റ്മോർട്ടം റിക്കവറി എസെൻഷ്യൽ കിറ്റ്. ഇത് മോമീസ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു US ബ്രാൻഡ് അവരെനിക്ക് അയച്ചു തന്നതാട്ടോ. നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം റിസീവ് ചെയ്ത ഒരു 3 പാക്കേജ് ആയിരുന്നു ഇവരെനിക്കൊരു 3 പോസ്റ്റ്മോർട്ടം കിറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം ബോക്സ് ആണിത്. പോസ്റ്റ്മോർട്ടം റിക്കവറി എസെൻഷ്യൽ കിറ്റ് ആണിത്. അപ്പൊ ഒരു 3 ബോക്സ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇതിന്റെ മുഴുവൻ യൂസബിലിറ്റി എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി എത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു കിറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഡെലിവറി ടൈമിൽ അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആണെന്നുള്ള ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ട് സെയിം ഐറ്റംസ് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിലും കൂടെ വെക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എന്താ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഡെലിവറി കഴിഞ്ഞാൽ നമുക്കും ഒരു എക്സ്ട്രാ കെയറും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു മോമീസ് ഫസ്റ്റിൻ്റെ പോസ്റ്റ്മോർട്ടം കിറ്റിൽ നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് കൂടുതൽ കംഫർട്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സാണ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓരോ ആൾക്കാർക്കും ഡെലിവറി ഓരോ പോലെ ആയിരിക്കാം. എന്നാലും നമുക്ക് അവിടെ സ്റ്റിച്ചസും അതേപോലെ തന്നെ സ്വെല്ലിങ്ങും ഒക്കെ വരാനുള്ള പ്രോബബിലിറ്റി നല്ല കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം കിറ്റിൽ ഒരു വെൽ നോൺ ആയിട്ടുള്ള US ബ്രാൻഡാണ് മോമീസ് ഫസ്റ്റ്. ഇവരുടെ പോസ്റ്റ്മോർട്ടം കിറ്റിൽ നിങ്ങൾ കണ്ടതുപോലെ 5 പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഉള്ളത്. ഒന്നാമത്തത് ഒരു പെറി ബോട്ടിൽ,
പിന്നെ പെരീനിയൽ കൂളിംഗ് പാഡ്സ്, പിന്നെ ഹേസൽ കൂളിംഗ് ലൈനേഴ്സും ഫോമും, പിന്നെ ഡിസ്പോസിബിൾ അണ്ടർവെയറും. ഇതിൻ്റെ ഓരോന്നിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ഞാൻ പറയാട്ടോ. ഇതെന്തിനാ അറിയാം, നീ ഓപ്പൺ ചെയ്തെന്തായാലും നമുക്കത് അങ്ങനെ കേൾക്കണ്ടോ. ഭയങ്കരമായിട്ട് മൂവ് ചെയ്യണു, പുള്ളിക്ക് മനസ്സിലായിണ്ടോ പുള്ളിയുടെ കാര്യങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കണ്ട പോലും ഇല്ല. ഈ ഡ്രസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെനിക്ക് വേണ്ട. ഇതെന്തിനാ അറിയാം, ഇവിടെ അധികം നമുക്ക് ഫോസറ്റ്സും കാര്യങ്ങളൊക്കെ പോലെ. അപ്പൊ നമ്മുടെ ഓരോ ടോയ്ലറ്റ് പേർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് സ്ക്വീസ് ചെയ്യുക. അപ്പൊ ഇവിടെ നിന്ന് വെള്ളം വരും. ഇത് കൂളിംഗ് പാഡ്സ്. ഇത് 2 കൂളിംഗ് പാഡ് അല്ലേ? ഇത് 4 കൂളിംഗ് പാഡാണ്. പൊട്ടിക്കണ്ട, ഇതിങ്ങനെ വെച്ചാൽ മതി. എനിക്കൊരു 2 ഒക്കെ മതിയായിരിക്കും. പിന്നെ മറ്റേ അവർ അയച്ചെന്തേല് ഇൻഷുറൻസ് അവർ അയച്ചെന്തേലും ഓൾറെഡി പാഡില്ലേ? അല്ല, ഇത് കൂളിംഗ് പാഡ് എന്തിനാന്നറിയോ? ഇത് നമുക്കിപ്പോ അവിടെ സ്റ്റിച്ചസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, സ്വെല്ലിങ് അങ്ങനത്തെ സംഗതി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താ പറയാ അണ്ടർവെയറിന്റെ അകത്ത് നമ്മൾ ഇത് വെച്ചിട്ട് വേണം വെക്കാൻ. അപ്പൊ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ഏരിയ കുറച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ളത് പോലെ ഫീൽ ചെയ്യും. പിന്നെ അതിന്റെ അകത്തൊരു ലൈനറും കൂടെ ഉണ്ട്, കൂളിംഗ് പാഡ് ലൈനർ. ഇത് വിത്ത് ഹേസൽ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഹേസല് ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ അത് ആ ഏരിയ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കി എടുക്കും. ഇതിന്റെ റൈറ്റ് യൂസേജ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് കൂളിംഗ് പാഡ്സ് ഉപയോഗിക്കണം, ഒരു 2-3 ദിവസം. അതിനുശേഷം നമുക്ക് ഹേസൽ പാഡ്സിലോട്ട് മാറാം. പിന്നെ അതിനുശേഷം ഫോമിലോട്ട് മാറാം. ഇതും കെയർ ഫോം വിത്ത് ഹേസൽ ആണ്. അപ്പോ ഇത് ഞാൻ കൊറേ ഇങ്ങനെ ഇവിടെയുള്ള ആൾക്കാരെ റീലില്ലേ, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ കൂടുതൽ പ്രഗ്നൻസി ബർത്ത് റീൽസ് കാണുമ്പോൾ നമുക്ക് സജഷൻസ് കൂടുതലാണല്ലോ വരും. ഞാനും കുറെ ഗർഭിണികളും കുറെ അമ്മമാരും കുട്ടികളും കൂടെയാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറെ പ്രൊഡക്ട്സിന്റെ സജഷൻസ് എനിക്ക് വന്ന് ഞാൻ ഓൾറെഡി അത് വാങ്ങിക്കണം എന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ എത്രയും മുന്നേ എനിക്ക് അവർ പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഇനീഷ്യൽ വന്ന ഒരു ഗിഫ്റ്റ് പോലെ അവർ അയച്ചു തന്ന സമയമാണ്. ഇതില് ക്ലിയർ ആയിട്ട് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ക്ലിയർ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5. ഞാൻ സൈഡിൽ ഫോട്ടോ ആയിട്ട് കൊടുക്കാം. അതുപോലെ ഈ സെറ്റും ഈ അണ്ടർവെയറിന്റെ സെറ്റും ഇത് ഫ്രീ സൈസ് ആയിരിക്കും അല്ലേ? അപ്പൊ ഇത് ഫ്രീ സൈസ് ആയിരിക്കും. ഏറ്റവും ലൂസ് ആയിട്ടുള്ള സംഗതി ഇടാനല്ലേ അപ്പൊ നമുക്ക് തോന്നാം. അപ്പം എല്ലാവരും പിന്നെ ഭയങ്കര സ്ട്രെച്ചബിൾ ആയിരിക്കും. സ്ട്രെച്ചബിൾ ആയിട്ട് 4 എണ്ണം ഉണ്ട്. അതില് 4 ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഒരു കിറ്റും കൂടെ ഓർഡർ ചെയ്യേണ്ടി വരും അല്ലേ? ഇത് പോരണേ ഉള്ളൂ അല്ലേ? ഇത് ആകെ ഇതുള്ളൂ, വേറെ ഇല്ല. അണ്ടർ ഗാർമെന്റ്സിന്റെ അണ്ടർവെയർ എനിക്ക് 4 എണ്ണേ ഉള്ളൂ. എക്സ്ട്രാ വേണം. അപ്പൊ ഒരു സെറ്റും കൂടെ ഞാൻ ഓർഡർ ചെയ്യാം. ചിലപ്പോ ആദ്യത്തെ ദിവസം 2 എണ്ണൊക്കെ 3 എണ്ണൊക്കെ. ഇത് പെൺകുട്ടികളുടെ അന്ന് അൻഷിഫ അല്ലെന്ന് ഞാൻ. എന്ത് രസാലെ റോസ്, ഓരോ ഡ്രസ്സും അതെല്ലാം സെലക്ട് ചെയ്ത റോസാണ്. എന്താ ചെയ്യാന്നൊക്കെ. ഇത് പെൺകുട്ടികളത് ആണെന്ന് ഞാൻ അല്ലെന്ന് ഞാൻ. അത് കോമണാ, ആർക്കൂടാം. ആരൊക്കെടാണ് ആർക്കൂടാം. നമുക്ക് അങ്ങനെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റീവൻ ഇപ്പോഴും ഗേൾസിന്റെ സെക്ഷനിൽ എടുക്കാറ്. അല്ല, ചിലപ്പോ നല്ല സോളിഡ് നല്ല കളേഴ്സ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ടല്ലോ. ഈ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോ എനിക്കൊരു വലിയ ടിപ്പായിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു ഒരു കാര്യമാണ് കേട്ടോ. നമ്മള് സെപ്പറേറ്റ് ബാഗിലാക്കിയിട്ട് നമ്മുടെ സാധനങ്ങൾ വേറെ വേറെ വെക്കണം. കാരണം ഞാനൊക്കെ വിഷ്ണുവിന്റെ ഒരു സാധനം എടുക്കാന്ന് പറഞ്ഞാൽ വിഷ്ണു എങ്ങനെ നോക്കിയത് കാണില്ല. അതുകൊണ്ട് ഞാൻ എഴുതി വെക്കേണ്ടി വരും. ഇന്നാളെ ദിവസം ഞാൻ താഴ്ത്തുനിന്ന് ടിഷ്യൂ എടുക്കാൻ പറഞ്ഞതാണ് സ്റ്റോർ റൂമിൽ. ഡോറ് തുറന്ന് നേരെ കാണുന്ന ടിഷ്യൂ ഇതില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി എടുത്തു വന്നു. ഞാൻ പറഞ്ഞു ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നമുക്ക് എന്താണെന്നുള്ള പ്രശ്നം കണ്ടുപിടിക്കാമോ. ഇതെന്താ സംഗതി എന്നറിയോ? ഇത് കുറച്ച് പൈസ കിട്ടും. ഇത് റോസ് പറയുന്നത് കുട്ടി ജനിച്ച ഉടനെ നമ്മൾ കൈകൊണ്ടൊക്കെ കുളിപ്പിക്കുമ്പോ ഭയങ്കര ഹാർഷായി പോകും. അതുകൊണ്ട് ഭയങ്കര ഇത് നല്ല ഹാർഷല്ലേ. ഇത് ഇല്ല, ഇത് വെള്ളം തൊടുമ്പോഴേക്കും സോഫ്റ്റ് ആവും. പിന്നെ നമ്മളിത് കഴുകിയിട്ടല്ലേ നമ്മൾ കൊണ്ടുപോകണം. അപ്പോഴേക്കും ഭയങ്കര ഇത് മസ്ലിൻ ക്ലോത്ത് അല്ലേ, ഭയങ്കര സോഫ്റ്റ് ആയി പോകും. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമ്മൾ. ഞാൻ ആദ്യമായിട്ട് വേണം കേട്ടോ ഇത്. അല്ല, ഞാൻ ഇത് ഇങ്ങനെ ഇല്ല, ഇങ്ങനെ ചെയ്തിട്ട് സ്വാഡില്ല. ഇതൊക്കെ സ്വാഡിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് പഠിക്കാനുണ്ട് കുറച്ച്. യൂണിവേഴ്സിറ്റി ചേർന്നാലും അവരെന്നെ കാണിച്ചു തരുമല്ലോ, പഠിപ്പിച്ചു തരും.
റോസിന്റെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നോ? എന്റെ ഭയങ്കര കഷ്ടമായിരുന്നു. എനിക്ക് 26 hours ലേബർ പെയിൻ ഉണ്ടായിരുന്നു. നീ എപ്പിഡ്യൂറൽ എടുത്തോ? ഞാൻ എപ്പിഡ്യൂറൽ എടുത്തു. പക്ഷെ ഒരു 10% ആൾക്കാർക്ക് ഇത് വർക്ക് ആവില്ല. ആ 10%ൽ ഒരാളായിരുന്നു ഞാൻ 26 മണിക്കൂർ വേദന അനുഭവിച്ചു. അല്ലെ ഒരു നോർമൽ ആയിരുന്നല്ലേ? നോർമൽ ആയിരുന്നു. 5 hours മുന്നേ എപ്പിഡ്യൂറൽ തന്നത്. അത്രയും പെയിൻ അനുഭവിച്ചു. പക്ഷെ അത് വർക്കും ആയില്ല. അപ്പൊ മൊത്തം ഈ മറ്റേ നമ്മള് സ്റ്റീവിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ കാണുമ്പോ ചുമ്മാ സ്റ്റീവിനെ കളിയാക്കൂട്ടോ. മറ്റേ എന്താ പറയാ, ഉണ്ടപ്പനായിരുന്നു അവൻ അല്ലേ? ഗുണ്ടുമണി എന്ത് രസമായിരുന്നു കാണാൻ. മറ്റേ അഞ്ചിപ്പട എങ്ങനെ ഉണ്ടായിരുന്നു? അഞ്ചിപ്പട കൊറേ വേദന മാത്രല്ല, നിന്റെ കൊറേ സാഹസികമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ പ്രശ്നം ലേബർ റൂമിൽ ഫുഡ് ഇല്ലാത്തതാ. അതിനെനിക്കൊരു കഥ പറയുന്നുണ്ട്. അൻഷിഫ പ്രഗ്നന്റ് ആയ സമയത്ത് കൊറോണ ടൈം ആയിരുന്നു. ഇവര് രണ്ടുപേരും പ്രഗ്നന്റ് ആയത്. റോസിന് കുറച്ച് എരും മുളകും ഒക്കെ ഇവരോട് പറഞ്ഞ കഥ നമ്മൾ അന്ന് ഫോണിൽ കൂടെ അപ്പം കേട്ടോണ്ടിരിക്കുന്നു. റോസിന് ആ കൊറോണ ടൈം ആയിരുന്നു. റോസിന് കൊറോണ വന്നായിരുന്നു ആ സമയത്ത്. പ്രഗ്നന്റ് ആയ സമയത്ത് വന്നായിരുന്നു. അൻഷിഫയ്ക്ക് കൊറോണ വന്നായിരുന്നില്ല. പക്ഷെ അൻഷിഫയ്ക്ക് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്സ് വരുമെന്നുള്ള പേടി കാരണം ഭയങ്കരമായിട്ട് വയറങ്ങോട്ട് ഒലീവ് ഓയിലും കോക്കനട്ട് ഓയിലും എന്തോ ഒരു സംഗതി ഇട്ട് വയറങ്ങോട്ട് അടിപൊളിയാക്കുമായിരുന്നു. എന്നോട് നിങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ എന്താ ചെയ്യാറുണ്ട്. ഞാൻ ഒന്നും ചെയ്യാറില്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ചിന്തകൾ പൊതുവെ കാര്യമില്ല. അപ്പൊ ഇവള് ഒലീവ് ഓയിലൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇവളുടെ ബയോ ഓയിൽ ഇട്ടിട്ട് ബാത്റൂമിലേക്ക് ഇറങ്ങി ഓടിയതാണ്. വഴിക്ക് വീണു. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കുറച്ച് ദിവസം. ചെറുതായിട്ട് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായി. എല്ലാരും ഭയങ്കര പേടിച്ചു. ഇവളും പേടിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ശരീരം ഇങ്ങനെ കണ്ണൊക്കെ തുടച്ച് തിരിഞ്ഞു നടക്കാൻ എന്ത് ചെയ്യുന്നുള്ളത്. അപ്പൊ ഉണ്ട് നേഴ്സ് വിളിച്ച് പറയുന്നു, അൻഷിഫ വിളിക്കുന്നുണ്ട്, അർജന്റ് ആണ്. ഭയങ്കര വാക്വം ക്ലീനറിന്റെ ശബ്ദം ഉണ്ടായിരിക്കുമോ? ഇല്ല, കേൾക്കാതെന്നാലോ ഷെറീർ ഓടി ടെൻഷൻ അടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഒരു ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനും. ആലോചിക്കണം. ഇനി ഞാൻ വീണത് പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. ഒരു 10 നേരമൊക്കെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോ രാവിലാണ് വീണത്. പിന്നെ ഇവര് സ്കാൻ ചെയ്ത് അത് ചെയ്ത് രാത്രി ആയി, ഈവനിങ് ആയി. അപ്പൊ സ്വാഭാവികമായിട്ടും വിശക്കും. പിന്നെ അപ്പൊ കഞ്ഞി പയർ ഇതൊന്നും പറ്റില്ല. ഇവളുടെ വിശപ്പ് കാരണം അവളുടെ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞോളൂ. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് കാണാൻ പോളേന്ന്. അത് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്റെ പ്രഗ്നൻസി ഫേസ് ഭയങ്കര നല്ലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു പ്രാവശ്യം പോലും വൊമിറ്റ് പോലും ചെയ്തിട്ടില്ല. ആണോ? നമ്മളെ പാക്കിങ്ങിന് ഇടയിൽ വിശന്ന് കഴിഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് ലഞ്ചും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. റോസിനുള്ള ലഞ്ച് ഇവിടെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റോസിന് വേണ്ടിയിട്ടാണ് ഇടിയപ്പവും മുട്ടക്കറിയും നമ്മൾ ആക്കി വെച്ചത്. അപ്പോ ബാക്കി എനിക്കും അൻഷിഫയ്ക്കും വേണ്ടിയിട്ടുള്ള ലഞ്ച് ഷഡപട്ടേന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നമ്മുടെ മെനു എന്ന് പറയുന്നത് ചോറ്, മോരുകറി, കല്ലുമ്മക്കായ, പാവയ്ക്ക വറുത്തത് അല്ലേ? പിന്നെ വേണമെങ്കിൽ ഒരു അച്ചാറോ. പിന്നെ വേണമെങ്കിൽ അച്ചാറോ. അപ്പൊ ഹോസ്പിറ്റൽ ബാഗ് ഉണ്ട് ബോറടിച്ചവർക്ക് വേണ്ടി നമ്മളൊരു ചെറിയ ചോറ്റുപാത്രം കൊടുത്തിട്ട് ഇടയിൽ കൂടെ കുത്തി കയറ്റാണ്. അതെ, ഇത് ഫ്രോസൺ കല്ലുമ്മക്കായാണ് കേട്ടോ. നമ്മളിവിടെ ഫ്രോസൺ ആയിട്ട് കല്ലുമ്മക്കായും അതേപോലെ തന്നെ ചെമ്മീനും ഒക്കെ അധികം നമ്മൾ വാങ്ങി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ സംഗതി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ കല്ലുമ്മക്കായ റോസിൻ്റെ മാരിനേഷനാണ്. ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി അങ്ങനത്തെ സംഗതികളെല്ലാം ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഓൾറെഡി ഒരു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കയ്പ്പയ്ക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കയ്പ്പയ്ക്ക വറക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കയ്പ്പയ്ക്ക ഫ്രൈ ഇഷ്ടമാണോ? എനിക്കിപ്പോൾ എന്നല്ല കേട്ടോ, ചെറിയ കുട്ടിയാകുമ്പോഴേ ഇഷ്ടമുള്ളൊരു പച്ചക്കറിയായിരുന്നു കയ്പ്പയ്ക്ക. അങ്ങനെ നമ്മുടെ മോരുകറിയും കയ്പ്പയ്ക്ക ഫ്രൈയും കല്ലുമ്മക്കായും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോറ്റുപാത്രമാണ്. സിമ്പിൾ ചോറ്റുപാത്രം. നമുക്ക് മെഴുക്ക് വരട്ടി, തോരനും മുട്ട പൊരിച്ചതും ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് കല്ലുമ്മക്കായ ഉണ്ട്, പിന്നെ പാവയ്ക്ക ഫ്രൈ, മോര് കറി, സാമ്പാർ വേണോ? സാമ്പാർ വേണ്ട, സാമ്പാർ എന്റെ തന്നെ സാമ്പാർ എനിക്ക്. അപ്പൊ മോര് കറി, കല്ലുമ്മക്കായ, പാവയ്ക്ക ഫ്രൈ, അച്ചാർ, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള
ഒരു ചോറ്റുപാത്രം. നിനക്ക് ഇന്നത്തെ നമ്മുടെ കമന്റ് സെഷനിൽ ഏതെങ്കിലും ഒരു കമന്റ് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. റോസ് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറയുന്നത് കേട്ട് ബോറടിച്ചു. ഗ്രേസ് ആന്റണിയുടെ ചായ ഉണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണം നമ്മള് റോസിനെ ചുമ്മാ കളിയാക്കില്ലായിരുന്നു പിന്നെ റോസ് ആന്റണിന്ന്. പകുതി റോസും പകുതി ഗ്രേസ് ആന്റണിയാണ്. എനിക്ക് മറ്റേതും ഇഷ്ടപ്പെട്ടായിരുന്നു. ഗ്രേസ് ആന്റണി പോലെ ആണെങ്കിലും ഗ്രേസ് ആന്റണിയെക്കാളും സുന്ദരിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ കുഴപ്പമില്ല, ആയിക്കോട്ടെ. പോലെ ഉണ്ടെന്ന് പറയരുത്. പക്ഷെ സൗന്ദര്യം കൂടുതലാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. സായി പല്ലവി ആണെന്നും പറഞ്ഞോണം പോലും. അങ്ങനെ പറഞ്ഞോ? അല്ല, ഇതുപോലെ തന്നെ ആരോ ഒരാള് കമന്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സത്യം പറയട്ടെ, വിഷ്ണു, ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ എനിക്ക് മാത്രമുള്ള എഗ് റോസ്റ്റും ഇടിയപ്പവും, നിങ്ങൾക്കുള്ള ചോറ്, മോരുകറി, സാമ്പാർ, കല്ലുമ്മക്കായ ഫ്രൈ, പാവയ്ക്ക ഫ്രൈ, പിന്നെ കണ്ണിമങ്ങ അച്ചാറിന്റെ ഗ്രേവി മാത്രം. എന്തെങ്കിലും ഇതിൽ ഇഷ്ടമുള്ളതുണ്ടോ? ഒന്നുമില്ലല്ലോ. വിഷ്ണു താല്പര്യം മറ്റേ ഇടിയപ്പം മുട്ടക്കറിയാണ്. സോറി, ബാക്കിയുള്ളത് ഞാൻ കൊണ്ടുപോയി വീട്ടില്. ഒരു ചോറ്റുപാത്രം, എന്റെ ചോറ്റുപാത്രം. കല്ലുമ്മക്കായ ഉണ്ട്. വാരി വെച്ച് കഴിഞ്ഞാൽ അടിയിലെ ചോറിന് അതിന്റെ ഒരു ഫ്ലേവർ വരും. അതിലാണ് ചോറ്റുപാത്രത്തിന്റെ രഹസ്യം ഇരിക്കുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തൊരു വിലയില്ലാത്ത സാധനമായിരുന്നല്ലോ അത്. അതെ, ഇതും പൊതിച്ചോറൊക്കെ. വിഷ്ണുവിന് ഇപ്പോഴും വിലയില്ല. എന്ത് പറയുന്നു? നമുക്ക് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും പോകാൻ പറ്റും. ഹോസ്പിറ്റലിൽ അതല്ല, ഞങ്ങൾക്കൊക്കെ അന്ന് കാണാൻ പറ്റുമെന്ന്. ഞാൻ ഡാനിയുണ്ടായ സമയത്ത് പോയിട്ടുണ്ട്. വേദുണ്ടായ സമയത്തും ഇവര് പോയിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ വരാൻ പറ്റുമായിരിക്കും. എന്താ വരാൻ പറ്റാത്ത? വരാൻ പറ്റില്ലേ? പ്രസവിച്ച് കഴിഞ്ഞപ്പോ 1-2 മണിക്കൂറൊന്നുമല്ല വിഷ്ണു. ഇത് നമ്മള് മറ്റേ സാധനം പുറത്തെടുക്കാൻ പോവല്ല. 1-2 മണിക്കൂറല്ലേ പ്രിന്റ് എടുക്കാൻ പോയിട്ടാണോ? 1-2 മണിക്കൂർ. വിഷ്ണു ബാഗ് വിഷ്ണുവിന്റെ ബാഗാണെന്ന് പറഞ്ഞപ്പോ ഇട്ടോട്ടോ ഡ്രസ് ഇട്ടിട്ട് പോയാൽ പോരുന്നെങ്കിൽ എടോ ഡിപ്പെൻസ്. ഇപ്പൊ നമുക്കിപ്പോ വേറെ എന്തെങ്കിലും ഇത് വന്നാൽ നമ്മളോട് നിക്കണ്ടേ? അപ്പൊ താൻ വരും വീട്ടിക്ക്. അതെന്തിനാ പാക്ക് ചെയ്ത് വെച്ചാ പോരെ? എന്നാ ഒരാളോട് പറയണല്ലോ. ഞങ്ങൾ കൊടുത്തില്ല. എന്നോട് വിചാരം പ്രിന്റ് എടുക്കാൻ പോവാന്ന്. പ്രിന്റ് എടുത്തിട്ട് വയ്യ. ഭക്ഷണം കഴിഞ്ഞപ്പോഴേ ഒരു മടി. ഇന്നൊരു ഉറക്കായാലോ. നമ്മളിങ്ങനെ വാങ്ങിച്ച ഡ്രസ്സെല്ലാം വേറെ വേറെ ആക്കി മാറ്റി എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണേ, ഓരോന്ന് പെയർ ചെയ്തിട്ട്. അപ്പോൾ ഒരു 3 സെറ്റാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം അല്ലേ? 3 സെറ്റ് മതിയായിരിക്കില്ലേ? ഒന്ന് വീട്ടിലോട്ട് വരാനും, ഒന്ന് റിസീവ് ചെയ്യാനും, പിന്നെ അവിടുത്തെ ആവശ്യത്തിനും, പിന്നെ 2-3 റോംബോസ് എക്സ്ട്രാ വെക്കാം അല്ലേ, ഇൻ കേസ് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നാലോ. അപ്പോൾ അത്രയും വെക്കുന്നത്. പിന്നെ ബിബ് വെക്കാൻ പറഞ്ഞായിരുന്നു അവർ. അതെന്തിനാ ബിബ് ഹോസ്പിറ്റൽ ബാഗിൽ? ഫസ്റ്റ് ഇത് ഫീഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ബിബ് നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ. ബിബ് ഞാൻ ഓർഡർ ചെയ്യേണ്ടി വരും. പാക്ക് ചെയ്ത് വരുമ്പോഴാണ് പല സാധനം ഇല്ലാന്ന് മനസ്സിലാവുന്നത്. ഇത്രയും വാങ്ങിയിട്ടും വാങ്ങിക്കൽ തീരുന്നില്ല. കഴിഞ്ഞ വ്ളോഗിൽ എന്തോ ഞാൻ പറഞ്ഞു തോന്നുന്നു. ഇവിടെ നമുക്ക് ബർത്ത് ക്ലാസ്സിന് പോകാൻ പറ്റും. എങ്ങനെയാണ് ബർത്ത് പരിപാടി കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ വെക്കണം എന്നുള്ളതും അവർ നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ വെക്കുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലത്തെ ഒരു സിപ്പ് ലോക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ റിസീവ് ചെയ്യേണ്ട സമയത്ത് നമ്മളൊരു കുറച്ച് ഡ്രസ്സ് കൊടുക്കണമല്ലോ കുട്ടിക്ക് ഫസ്റ്റ് ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു വേറെ ബാഗിലാക്കി അതിൻ്റെ മുകളിൽ റിസീവിങ് ക്ലോത്ത് എഴുതുക. പിന്നെ വേറൊരു സെറ്റ് നമുക്ക് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ്, അതിൻ്റെ മുകളിൽ നമ്മൾ അതിൻ്റെ പേര് എഴുതുക. അങ്ങനെയെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെറ്റായി തിരിച്ച് ഓരോ സിപ്പ് ലോക്കിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കും എന്നുള്ളൊരു അഡ്വൈസ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു സൈഡിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒരു സൈഡിൽ എൻ്റെ കാര്യമാണ് കേട്ടോ പാക്ക് ചെയ്തത്. ഈ പാക്ക് ചെയ്ത് വെച്ച ഡ്രസ്സ് എല്ലാം എടുത്ത് നമുക്ക് വാഷ് ചെയ്യണം. തൽക്കാലം ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയാണ് വെച്ചതെന്ന് കൃത്യമായിട്ട് വെരി സീരിയസ് ആയിട്ടുള്ളൊരു വ്ളോഗ് ചെയ്യാം കേട്ടോ. ഒരു 10 മിനിറ്റ് വരുന്നത്. എന്തൊക്കെയാണ് കുട്ടിക്ക് പാക്ക് ചെയ്തത്, എന്തൊക്കെയാണ് എനിക്ക് പാക്ക് ചെയ്തത്, എന്തൊക്കെയാണ് വിഷ്ണുവിന് പാക്ക് ചെയ്തതെന്നുള്ളത്. ഒരു തമാശയും കളിയും ചിരിയില്ലാതെ. അപ്പോൾ ഈ വ്ളോഗിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഞാൻ സ്റ്റീവിനെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഉണ്ടപ്പനായിരുന്നു എന്ന്. ഇത് സ്റ്റീവിന്റെ. ഇത് എത്ര മന്ത് അവന്? 1 year ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ട് ആയിരുന്നു. ഉണ്ടപ്പൻ പോയി. അത് കഴിഞ്ഞിട്ട് അവന് പനിയും പിടിച്ചു. 100 തവണ പറഞ്ഞായിരുന്നു ഇരുത്തരുത് മിൽക്ക് ബാത്തിൽ. അതെ. അങ്ങനെ
ഇത് ഇങ്ങനെ തന്നെ എടുത്തോ കേട്ടോ, ഇങ്ങനെ എടുത്താൽ മതി. ഞാനൊരു മോളിന്ന് ഒരു ലോണ്ടറി ബാഗ് എടുത്തിട്ട് വരട്ടെ, ഇപ്പോൾ കുട്ടിയുടെ സാധനങ്ങളൊക്കെ വാഷ് ചെയ്യേണ്ടതാണ്. ഇൻഷുറൻസ് വരുന്ന ഒരു പാക്കാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ വെക്കേണ്ടി വരും അതിന്റെ അകത്ത്. ആൽക്കഹോൾ വൈപ്സ് അത് വെക്കാൻ പറഞ്ഞായിരുന്നു, ഒരു മറ്റേ സാനിറ്റൈസറും. കോട്ടൺ വേണ്ടില്ലേ? എന്താ അതിലാണ് ആ ആൽക്കഹോൾ ഇതാക്കാനുള്ള പ്രൊട്ടക്റ്റീവ് മാറ്റ്സ്. ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലില്. ഉണ്ടാവൂല ഇവിടെ. ആ ഹോസ്പിറ്റലല്ലേ? അല്ല ഇത് വിത്ത് പാഡല്ല വരുന്നത്. പക്ഷെ നല്ല മെറ്റീരിയൽ കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇൻഷുറൻസ് വന്ന ഇതാ. ഓ എന്ത് വ്യത്യാസം, നല്ല ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരയച്ചതാണ്. ഇത് നമ്മുടെ ഇൻഷുറൻസ് വന്നു. ഇത് മോശം, ഇതാണ് ബെസ്റ്റ്, അങ്ങനെയല്ല ഞാൻ പറയണേ. പക്ഷെ വ്യത്യാസം കാണുമ്പോ തന്നെ അറിയാലോ, ഡിഫറൻസ് ഫീൽ ചെയ്യണോ. അപ്പൊ നമുക്ക് ഇനി ഇത് വേണം കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് വലുതായിരിക്കും അല്ലേ? അപ്പൊ അത് ചെറുതായിരിക്കും, ഇത് ഭയങ്കര സ്ട്രെച്ച് ചെയ്യണം. പക്ഷെ ഇതാ ഫൈനലി ആ റെഡ് ചെരുപ്പിൽ നിന്നൊരു മോചനം. പക്ഷെ സാധനം വാങ്ങിക്കണമെങ്കിൽ റെഡ് ചെരുപ്പിനെ പോലെ വാങ്ങിക്കണം. ഇത് ഞാൻ ഇവിടെ വന്ന കൊല്ലം 7 കൊല്ലായി. ഇത് സ്ലിപ്പർ ആണോ? ഓക്കെ, സി തേഞ്ഞിട്ട് പോലല്ല ഇവിടെ. ഇത് ഏതാ ബ്രാൻഡ്? ടോമി വന്ന കൊല്ലം 15 യൂറോക്ക് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിന്റെ സമയത്ത് റൂർമണ്ടിൽ പോയിട്ട് വാങ്ങിയ ഒരു ചെരുപ്പാണത്. ആൻഡ് ഞാൻ കംപ്ലീറ്റിംഗ് 7 years മൈ ലവ് വിത്ത് ടോമി സ്ലിപ്പേഴ്സ്. വിഷ്ണു എടുത്ത് തരണ്ടോണ്ട് ചിലപ്പോ ഈ സ്ലിപ്പറൊക്കെ മുകളിൽ വെച്ചാലും ആ ഗീതുണ്ടായിരിക്കുമല്ലോ. പ്രതീക്ഷിക്കാം. അതെ, നമുക്ക് ആക്ച്വലി ഇവിടെ ഡെലിവറി റൂമില് ഇപ്പൊ എന്റെ മിഡ് വൈഫ് പറഞ്ഞ 3 ആൾക്കാരെ കൊണ്ടുപോകാന്ന്. അപ്പൊ അത് ഒന്ന് വിഷ്ണുവും ഒന്ന് ഗീതും ഒന്ന് അമ്മയാണെന്നാണ് വിചാരിക്കണേ. പക്ഷെ അമ്മ വരില്ല എന്ന് അമ്മ വിട്ടു പറയുന്നുണ്ട്. അമ്മയുടെ നോർമൽ ഡെലിവറി ആയിരുന്നില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അമ്മ വരുന്നില്ല, അമ്മയ്ക്ക് അത്ര പെയിൻ ഞാൻ എടുക്കുന്നത് കാണാൻ ഭയങ്കര ടഫാണെന്നാണ് പറയുന്നത്. കുട്ടി ജനിക്കുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് കുറെ ഫയല് കുട്ടിയുടെ ഉണ്ട് കേട്ടോ. ഒന്ന്, ഞാൻ ഇപ്പൊ ഒരു വാക്സിൻ എടുത്തിട്ടുണ്ട്, വൂപ്പിംഗ് കഫിന്റെ. അത് എനിക്കുള്ള വാക്സിൻ അല്ല, പുള്ളിക്കുള്ള വാക്സിൻ ആണ്. അത് മുന്നേ ആദ്യം നെതർലാൻഡ്സിൽ കുട്ടി ജനിച്ചിട്ട് കുട്ടിക്ക് എടുക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു മാറ്റിയിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നത് 28th വീക്ക് തൊട്ടിട്ട്. അപ്പോ അതിന്റെ ഡോക്യുമെന്റ്സ്, പിന്നെ എന്തൊക്കെയോ സംഗതികളുണ്ട്. ഇത് എടുക്കേണ്ടതിൽ എന്തായാലും. പിന്നെ ഇതെന്താന്നറിയോ, ഇത് നമുക്ക് കുട്ടീനെ പറ്റി വായിച്ചു പഠിക്കാം. നല്ല ഗ്രോത്ത് ഗൈഡ് ആണ്. പിന്നെ അതിന്റെ ഒപ്പം അതിലൊരു വാക്സിനേഷനും മാർക്ക് ചെയ്യും. വാക്സിനേഷൻ ഇത് നമ്മളിൽ എപ്പോഴും ഇല്ലേ. പിന്നെ കുട്ടിയുടെ അപ്പി കളർ എന്ത് ഡിമാൻഡ് അല്ലേ, അതൊക്കെ കൃത്യമായി മാർക്ക് ചെയ്തിട്ട്. അപ്പൊ ഈ ഫയല് നേരെ ആയിരിക്കും നല്ലത് അല്ലേ? ഇത് അങ്ങനെ തന്നെ വെച്ചു. അതിൽ ആ ഗ്രീൻ മാത്രമേ അവർക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതിൽ വെച്ചാലോ? അത് ബാക്ക് പാക്കിൽ വെച്ചാലോ? ബാക്ക് പാക്ക് ഒന്നും ഇല്ല. പിന്നെ എനിക്ക് ബാക്ക് പാക്ക്, അതിന് ട്രോളി, ലാപ്ടോപ്പ് ബാഗ്, പിന്നെ ക്ലോസ് ബാഗ്, ചാർജർ ഒക്കെ ഇതിലെത്താം. ഷൂ പോകുമ്പോ മറ്റേ ഡ്രസ് ഇട്ടിട്ട് പോകുന്നു. അപ്പൊ ഷൂസ് ആണ് ഇടുമ്പോണേ. അപ്പൊ കൈ കിട്ടിയത് ഷൂസ് ഇടാൻ പാടില്ല. മറ്റേ ചെരുപ്പ്, മറ്റേ ചെരുപ്പ് ഇട്ടാ മതി, സാൻഡൽസ് ഇട്ടാ മതി. എന്നിട്ട് പോന്നു. പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോ അവരുടെ ഡ്രസ് തരും. അതുവരെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുപ്പി, ബോട്ടില് ഇതിൽ ആഡ് ചെയ്യാം. ഏത് കുപ്പി? വെള്ളം ഇടയ്ക്കിടയ്ക്ക് പോണ വഴിക്ക്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് ഡ്രസ്സ് തരും. അപ്പൊ വേണ്ട. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? പാഡ് വെച്ചു, ഡിസ്പോസിബിൾ ഇത് വെച്ചു, വൈപ്സ് വെച്ചു, എല്ലാം വെച്ചു. പിന്നെ ബാത്ത് ടവൽ വെച്ചു, ഇതെല്ലാം വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ കോസ്മെറ്റിക്സ് വേണം. പിന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും. അപ്പൊ ഇനി തിരിച്ചു വരാനുള്ള ഡ്രസ്സും കോസ്മെറ്റിക്സും ആണ്. മേക്കപ്പും സ്കിൻ കെയറും. സ്കിൻ കെയർ ഒന്നും വേണ്ട, മോയിസ്ചറൈസർ. വിഷ്ണുവിനോട് കാറിൽ 2 ഡ്രസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 8 ഡ്രസ്സിനാലെ തിരിച്ചു വരാന്ന്. ഈ ഒരു പെട്ടിയിൽ നമ്മള് ഒതുക്കിയിട്ട് എല്ലാ സംഗതികളും, എന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും കൂടെ വെക്കാനുണ്ട്. പിന്നെ ബാക്കി വെക്കേണ്ട ലിസ്റ്റ് നമ്മൾ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി അതൊക്കെ വെക്കാനുള്ളത്, ഒരു ഡ്രസ്സ് വെക്കണം ഫ്രണ്ട് ഓപ്പൺ, പിന്നെ ഒരു റോബ് വെക്കണം, പിന്നെ ചാർജർ, അങ്ങനത്തെ സംഗതികൾ, ഇലക്ട്രോണിക്സ് ഐറ്റംസ് വെക്കണം. ഇതും കൂടെ നമുക്ക് അതിന്റെ അകത്ത് വെക്കായിരുന്നു. എന്നാ ചുമ്മാ മുകളിൽ വെച്ചാൽ മതി. അപ്പൊ ആ ടോയ്ലറ്ററീസ് ഞാൻ അതിന്റെ മുകളിൽ എടുത്ത് വെച്ചോണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയല്ല അല്ലേ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ്? 1 മണിക്കൂർ കൊണ്ട് എന്റെ പ്ലാൻ അതായിരുന്നു. 1 മണിക്കൂർ ഫ്രീ ഉണ്ടാവും.
ഇത് കട്ട് ചെയ്തേ. 2 മണിക്കൂർ കൊണ്ട് തീരുന്നാണ് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞത്. ഇവിടെ പാക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, പക്ഷെ ഇനി ഓൾമോസ്റ്റ് കുറെ സാധനങ്ങൾ മേടിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടില്ല, ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. ഐശുവിനെ മെയിൻ ആയിട്ട് അല്ലേ? ഐ എം ഓൾവേസ് എക്സ്പെൻസീവ്. ഇങ്ങനെ, അതായത് നമ്മുടെ ഡ്രസ്സ് നനയൂല അന്നേരം. കുളിച്ചിട്ട് കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? എന്നിട്ട് വേണം കുളിപ്പിക്കാൻ. കുട്ടിക്ക് നമ്മള് ഡ്രസ്സൊന്നും നനയാതെക്കാൻ വേണ്ടിട്ടാണ് ഈ സാധനം. കുട്ടിക്കും ശരിക്കും ഇവിടെ ടൈമും കൂടെ ആവശ്യമല്ലേ? എന്താ മറ്റേ ഏപ്രിനോ? അങ്ങനെ ഈ പരിപാടി നമ്മൾ തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണേ. ബാക്കി ഞാൻ ഒരു പ്രോപ്പർ ലിസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് 3 ആൾക്കാർക്കുള്ളത്. അത് ഞാൻ അടുത്ത വ്ളോഗിൽ തന്നെ വെരി സീരിയസ് നോട്ടിൽ ആ ഒരു 3 ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. തൽക്കാലം ഇപ്പോൾ റോസും അൻഷിഫയും പോവുകയാണ്. പിള്ളേരുടെയൊക്കെ ഡേ കെയറും സ്കൂളും ഒക്കെ കഴിയാനായി, അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. കഴിഞ്ഞ ആഴ്ച തൊട്ട് ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളാണേ. അതായത് നമ്മളിപ്പോൾ മോൻ്റെ ഡ്രസ്സെല്ലാം ടാഗും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടില്ലേ, അതെല്ലാം പോയിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഒരു പഴഞ്ചൊല്ലില്ലേ, പുത്തനച്ചി പൊരപ്പുറടിക്കുന്ന, അതേപോലെയാണ് ഇപ്പം എൻ്റെ കാര്യം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമുക്കിതെല്ലാം ഹാൻഡ് വാഷ് ചെയ്യണം, എന്നിട്ട് എല്ലാം നമുക്ക് കൈകൊണ്ട് തന്നെ വിരിച്ചിടണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം തന്നെ ഒരു സ്കെഡ്യൂളും തിരക്കും വെച്ച് നമുക്ക് ഹാൻഡ് വാഷിനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, സോഫ്റ്റ്നർ എല്ലാം നമ്മുടെ വാഷിംഗ് മെഷീനിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ബേബി വാഷിംഗ് ലിക്വിഡ് മാത്രം വെച്ച് വാഷിംഗ് ബാഗ്സിലിട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് റിൻസ്, അതിനുശേഷം നമുക്ക് പ്രോപ്പറായിട്ട് പുറത്ത് കൊണ്ടുപോയി വിരിച്ചിടുക തന്നെ ചെയ്യാം. എന്തായാലും ഈ ഒരു വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ രസം തോന്നിയുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. എനിക്കറിയാം ഇതിൽ പാക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ പ്രോമിസ് ചെയ്തതുപോലെ അടുത്തൊരു വ്ളോഗ് ഒരു 10 to 15 മിനിറ്റ്സ് ഫുൾ നമ്മൾ എന്ത് പാക്ക് ചെയ്തു എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.